നമുക്ക് തുടങ്ങാം. ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ചെറി അരിഞ്ഞത് എടുത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് ബ്ലാക്ക് മുന്തിരി എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ മറ്റേ ഗോൾഡൻ കളറിലിത്. അത് നമുക്കൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വെക്കാം. ഞാനിവിടെ കുറച്ച് ക്യാരമൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓറഞ്ചിൻ്റെ ക്യാരമലാണ്. അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പിന്നെ കാണിച്ചു തരാം. ഇതെനിക്ക് ധൃതി ഉണ്ടായിരുന്നതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് ക്യാരമൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇത് സോക്ക് ചെയ്യാൻ വയ്ക്കാം. എത്രയും കൂടുതൽ സമയം ഇരിക്കുന്നോ അത്രയും നല്ലതാണ്. നമുക്കൊരു 2-3 മണിക്കൂർ വെക്കാം. ക്യാരമൽ ഉണ്ടാക്കിയത് സാധാരണ നമ്മൾ ക്യാരമൽ ചെയ്യുന്നത് പോലെ തന്നെ ഓറഞ്ച് നീരൊഴിച്ചെന്നേ ഉള്ളൂ. ഓറഞ്ച് ജ്യൂസ്, ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് ഒഴിച്ചെന്നേ ഉള്ളൂ. ഞാൻ ആദ്യം വിചാരിച്ചു കഴിക്കുമെന്ന്. ഞാനൊരു പരീക്ഷണം നടത്തിയതാണ് കേട്ടോ. കഴിക്കുമായിരിക്കും എന്ന് വിചാരിച്ചു. കഴിപ്പൊന്നുമില്ല. ഇതൊന്ന് സോക്കായി വരട്ടെ 2-3 മണിക്കൂർ. ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇടുന്നത് നമ്മുടെ ആവശ്യത്തിനിടാം കേട്ടോ. കൂടുതലിടാം. കുറവിടാതിരിക്കുന്നതാണ് നല്ലത്. ടേസ്റ്റ് കൂടുതലിടുന്നതാണ്. ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഹണിയും കൂടി ഒഴിക്കുവാണ്. ഡാബറിൻ്റെ ഹണിയാണ്. ഒരു 1.25 ടേബിൾ സ്പൂൺ കാണും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് ഒരു 2-3 മണിക്കൂർ ഇവിടെ ഇരിക്കട്ടെ. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ സോക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഞാൻ 4-4.5 മണിക്കൂർ വെച്ചോട്ടോ. രാവിലെ വെച്ചതാണ്. ഞാൻ ആദ്യം തന്നെ കേക്ക് ഉണ്ടാക്കാനുള്ള ട്രേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു ബട്ടർ പേപ്പർ ഇതിനകത്തിട്ട് അതിൽ ബട്ടറൊക്കെ തൂത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് ഈ പാനിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ഇതിനുള്ള മസാല പൊടിച്ചതാണ്. മസാല എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വേറൊരു വീഡിയോ ചെയ്യാം. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പും കുറച്ചും കൂടെ പഞ്ചസാര ഇതിലേക്ക് ഇടുന്നുണ്ട്. ഇത് പൊടിച്ചെടുക്കാനാണ്. നമുക്ക് ഈ പഞ്ചസാരയൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം. എന്നിട്ട് ഞാൻ ഈ പഞ്ചസാരക്കകത്തോട്ട് 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തു. ചൂടായതായിരുന്നു ഈ പാന്. നമ്മുടെ ക്യാരമൽ ഗോൾഡൻ കളറായി വരുന്നുണ്ട്. ഇതിന് നല്ല കട്ടിയുള്ള പാത്രം, അതുകൊണ്ട് ഇച്ചിരി സമയം എടുക്കുന്നുണ്ട്. കരിയാൻ പാടില്ല. ഈ സമയം നമുക്ക് സിമ്മിലിട്ട് കൊടുക്കാം തീരെ. ഞാൻ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. നമുക്കത് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. തിളപ്പിച്ച വെള്ളം ഒഴിച്ചാൽ നമുക്ക് മേത്തൊന്നും തെറിക്കത്തില്ല. കുറേശ്ശെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ബാക്കിയും കൂടെ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പാണ് ഞാൻ വെച്ചിരുന്നത്. ഇതൊന്ന് തിളച്ചൊരു 1/2 കപ്പ്, 3/4 കപ്പോ 1/2 കപ്പോ ആകട്ടെ. ഒരു കുറുകിയ പരുവാകുമ്പോൾ നമുക്ക് കാത്തു വയ്ക്കാം. കരിഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. കരിഞ്ഞു പോയാൽ നമ്മുടെ കേക്ക് കഴിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഈ കേക്ക് ഒരു പരീക്ഷണമാണ്. അപ്പം ഞാൻ ഓറഞ്ച് ജ്യൂസ് കൊണ്ടൊന്നും ക്യാരമൽ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ അതൊന്ന് ഉണ്ടാക്കി നോക്കാം. കഴിക്കുമെന്നാണ് വിചാരിച്ച്. കഴിപ്പൊന്നുമില്ല കേട്ടോ. നമ്മുടെ ക്യാരമൽ സിറപ്പ് വെള്ളമൊക്കെ വെച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് തണുക്കാൻ വെക്കാം. ഇവിടെ ഒരു ന്യൂസ് പേപ്പർ വിരിച്ചിട്ടുണ്ട്. അത് പൊടി ഇവിടെയൊക്കെ ആകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എളുപ്പമുണ്ടല്ലോ. അതെടുത്ത് കളഞ്ഞാൽ മതി. ഇതൊന്ന് വെച്ച് വിരിച്ചതാണ്. എന്ത് ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നമുക്ക് വടിച്ച 1 കപ്പാണ് വേണ്ടത്, നിറച്ചല്ല. കൂമ്പാരം എടുക്കൽ ഉണ്ടോ. വടിച്ച 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അത് ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇതിലൊരു അരിപ്പയും വെച്ചിട്ടുണ്ട്. ഇത് 1/4 കപ്പ് കൂടെ എടുക്കാം. നമുക്ക് 1/4 കപ്പ് കൂടെ എടുത്തിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. മൈദയിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മതി. ബേക്കിംഗ് സോഡ ഒത്തിരി ആയിപ്പോവില്ലേ. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മിക്സ് ചെയ്യും. ഇത് ഇനി 2-3 പ്രാവശ്യം നമുക്കിങ്ങനെ അരിച്ചെടുക്കാം. എല്ലാം കൂടെ ഒന്ന് മിക്സ് ആകാൻ വേണ്ടിയിട്ടാണ്. വലിയ ബൗൾ എടുത്തത് ഇങ്ങനെ അരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാനൊരു 3 പ്രാവശ്യം അരിച്ചിട്ട് ഇതിവിടെ വെച്ചിട്ടുണ്ട് മൈദ. ഞാൻ ഇതിലേക്ക് ഈ മൈദ മാവിനകത്തേക്ക് 1 ടീസ്പൂൺ മസാലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് വന്നില്ല, വീഡിയോ ഓഫായിപ്പോയി. ഇത് ജാതിക്കയും 2-3 ഗ്രാമ്പൂവും ഏലക്കയും ചുക്കും കറുവപ്പട്ടയും കൂടെ പൊടിച്ചതാണ്. അതിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിട്ടൊന്ന് നല്ലതായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. നമ്മുടെ ഫ്രൂട്ട്സ് ഇവിടെ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ മൈദ മാവിട്ട് കൊടുക്കുവാണ്. അതിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്കൊന്നുകൂടെ ഇച്ചിരി കുറച്ചുകൂടി ഇട്ട് കൊടുക്കണം. ഇത് അല്ലെങ്കിൽ ഇതിനകത്തേക്ക് ബാറ്റിനകത്തേക്ക് ഇടുമ്പം താന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മൈദ ഇടുന്നത്. അല്ലെങ്കിൽ എല്ലാം കൂടെ താഴെ പോയി കിടക്കും. നമുക്ക് 1 ടേബിൾ സ്പൂൺ കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൂടി ഇടാം. മതി, ഇത്രയും മതി. ഇതെല്ലാം ഫ്രൂട്ട്സിലും ഒന്ന് ആക്കിയിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതിലേക്ക് ഞാൻ 1/4 കപ്പ് അണ്ടിപ്പരിപ്പും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. കാഷ്യൂനട്ട് അത് ചെറുതാക്കി വെച്ചിരിക്കുക. അതും കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്യുക. ഞാൻ നട്ട്സ് ഇടാൻ മറന്നുപോയതാണ്. വേണമെങ്കിൽ നമുക്ക് ബദാമോ പിസ്തയോ എന്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. കപ്പലണ്ടിയോ അങ്ങനെയുള്ള എല്ലാം ഇട്ട് കൊടുക്കാം. പക്ഷെ ഞാൻ അതൊന്നും ഇടുന്നില്ല. ഞാൻ ഈ കാഷ്യൂനട്ട് മാത്രമേ ഇടുന്നുള്ളൂ. ഞാൻ നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിലേക്ക് കുറച്ച് ജാം ഇട്ട് കൊടുക്കാൻ പോവാണ്. ഇത് മിക്സഡ് ഫ്രൂട്ട് ജാമാണ്. നിങ്ങളുടെ കയ്യിൽ ഏത് ജാമാണോ ഉള്ളത് അത് ഇട്ട് കൊടുക്കുക. അതും കൂടെ നമുക്ക് ഇതിലോട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഞാനിവിടെ ഒരു 100 ഗ്രാം ബട്ടർ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കതൊന്ന് ബീറ്റ് ചെയ്യാം. ആ ബട്ടറിലേക്ക് നമുക്കൊരു 1.5 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ ഒഴിച്ചില്ലെങ്കിൽ അതനുസരിച്ച് ബട്ടർ കൂട്ടിയെടുത്താൽ മതി. നമുക്ക് ഇതിലേക്ക് പഞ്ചസാര പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുക്കാം. നമ്മൾ 1/2 കപ്പ് എടുത്തില്ല, അതിനും താഴെ പഞ്ചസാര എടുത്തായിരുന്നല്ലോ പൊടിക്കാൻ. അതാണ് നമ്മൾ പഞ്ചസാര മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2 മിനിറ്റ് ഇതൊന്ന് അടിച്ചു കൊടുക്കാം. സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ഏത് കേക്ക് ഉണ്ടാക്കാൻ എടുക്കുന്ന സാധനമാണെങ്കിലും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ഉടനെ ഉണ്ടാക്കാൻ തുടങ്ങില്ലേ. ഇനി ഇതിലേക്ക് നമുക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാം. ആദ്യം 1 ഇട്ട് കൊടുക്കാം.
മറ്റേ മുട്ടയും കൂടെ 2 മുട്ടയും ഞാൻ ചേർക്കുന്നത്. നമുക്ക് 2-3 മിനിറ്റ് അടിച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിന് ഞാൻ ഒത്തിരി ഒഴിക്കുന്നില്ല, എനിക്ക് ഒത്തിരി എസൻസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ല. എന്നിട്ട് നമുക്ക് 2-3 മിനിറ്റ് അടിച്ച് കൊടുക്കാം. എസൻസ് കൂടിപ്പോയാൽ ഒരു കുത്തൽ ചുവ വരും. ഇനി നമുക്ക് നമ്മുടെ ക്യാരമൽ ഒഴിച്ച് കൊടുക്കാം. ക്യാരമൽ സിറപ്പ് അത് കൂടുതൽ ഒഴിക്കേണ്ട. ഞാൻ അരക്കപ്പെന്ന് പറഞ്ഞെങ്കിലും അത് ഇച്ചിരി കൂടെ ഉണ്ടേ, പിന്നെ കുറേശ്ശെ ഒഴിച്ച് കൊടുക്കാം. വേണമെങ്കിൽ ബാറ്റ് കുഴച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു പോട്ട് എടുത്തിട്ടുണ്ട്, അത് നമുക്കൊന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വയ്ക്കാം. ഞാനിത് ഇങ്ങനെ ബേക്ക് ചെയ്യാൻ മാത്രം എടുക്കുന്ന ഒരു പോട്ടാണ്. അവനുണ്ട് എങ്കിലും ഇതിൽ ഇടയ്ക്കൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അത് ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ആ മിക്സ് വലിയൊരു ബൗളിലേക്ക് ആക്കിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറേശ്ശെ മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പതുക്കെ ഇളക്കി കൊടുത്താൽ മതി. ഒരേ സൈഡിലേക്ക് ഇളക്കി കൊടുക്കണേ. ഒരു വിസ്ക് കൊണ്ട് ഇളക്കുവാണെങ്കിൽ കട്ട പിടിക്കത്തില്ല. ഞാനൊരു വിസ്ക് എടുക്കാവേ. ബാക്കി മൈദയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ കുറേശ്ശായിട്ട് മുഴുവനും ഇട്ട് കൊടുക്കാം. സ്പീഡിൽ ഇളക്കല്ലേ, പതുക്കെ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. ഇത് ഇളക്കി കൊടുത്തിട്ടുണ്ട്. നമുക്കിനി ആ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ആ കൂടെ തന്നെ ഒരു മുറി നാരങ്ങയും കൂടെ പിഴിഞ്ഞ് കൊടുക്കാം. കുരുവില്ലാതെ വേണേ, ഇത് ചെറിയ നാരങ്ങയുടെ ഇത്രയും മതി. ഇനി നമുക്കൊരു സ്പാച്ചിൽ വെച്ച് ഇളക്കി കൊടുക്കാം. ഈ ഫ്രൂട്ട്സ് എല്ലായിടത്തും ആയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്ക് നിർത്താം. ഒത്തിരി ഇളക്കണ്ടിട്ട് ഈ ഫ്രൂട്ട്സ് ഒന്ന് എല്ലായിടത്തും ആകണം. ഞാൻ പറഞ്ഞല്ലോ ഒരേ സൈഡിലേക്കേ ഇളക്കാൻ പാടുള്ളൂ. ഇനി നമുക്ക് ബട്ടർ പുരട്ടി വെച്ചിരിക്കുന്ന ടിന്നിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഈ സൈഡിലും വേണമെങ്കിൽ ബട്ടർ പേപ്പർ വെക്കാം കേട്ടോ. ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല, ഞാൻ നടുക്ക് മാത്രമേ വെച്ചിട്ടുള്ളൂ, അകത്ത് മാത്രം. നമുക്കിതിലേക്ക് ഇതിട്ട് കൊടുക്കും. ഇപ്പം നമ്മുടെ പേപ്പറിലൊക്കെ വേണ്ടിയിട്ടുണ്ട്, അതൊക്കെ തറയെ വീണാൽ നമ്മൾ തുടയ്ക്കണ്ടേ. പേപ്പറിലാകുമ്പോൾ ആ പേപ്പർ എടുത്തങ്ങ് കളഞ്ഞാൽ മതിയല്ലോ. നമുക്കിതൊന്ന് പതുക്കെ നിരത്തി കൊടുക്കാം, പതുക്കെ നമുക്കരുതേ. എന്നിട്ട് ഇതിൽ വന്ന് നമുക്ക് വല്ല കാഷ്യോ മുന്തിരിയോ എന്ത് വേണം നിങ്ങൾക്കെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യുന്ന പോലെ വെച്ച് കൊടുക്കാം. ഒരു ഭംഗിക്ക് അത്രയേ ഉള്ളൂ. മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം നമുക്ക് കറി. എന്നിട്ട് നമുക്കിതിങ്ങനെ 2-3 തട്ടി കൊടുക്കാം. അതിനകത്ത് എയർ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബോട്ടിലേക്ക് വെച്ച് കൊടുക്കും. ഞാനത് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കത് അതിലോട്ട് ഇടുമായിരുന്നു സത്യം പറഞ്ഞാൽ. അത് ഇച്ചിരി വലുതായിരുന്നു കേക്ക് ടിന്ന്. ഇനി നമുക്കതായി വന്നിട്ട് ഒരു 40 മിനിറ്റ് നമുക്ക് നോക്കാം. നമ്മുടെ കേക്ക് ഉണ്ടായി വരുന്നത് ഒരു 30 മിനിറ്റ് ആയിട്ടുള്ള. നമുക്കൊരു 10 മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ട് ഒന്ന് നോക്കാം. നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു. നമുക്കൊന്ന് കുത്തി നോക്കാം. ഞാനൊന്ന് കുത്തി നോക്കിയായിരുന്നു. കേക്ക് റെഡി ആയിട്ടുണ്ട്.